എറണാകുളം ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പരിപാടി നടക്കുന്നിടത്ത് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ നുഴഞ്ഞു കയറി. സാധാരണഗതിയിലെ ബാർ അസോസിയേഷൻ്റെ പരിപാടി നടക്കുന്നിടത്ത് കുട്ടികൾ വന്ന് ഭക്ഷണം കഴിക്കും. അവർ വലിയ തടസ്സമൊന്നും പറയില്ല, കഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. അവർ വന്ന് കഴിക്കാൻ തുടങ്ങുമ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ മറ്റ് വിദ്യാർത്ഥികളും കൂടുതൽ വിദ്യാർത്ഥികൾ വന്ന് കഴിക്കും. ഇന്നലെ ബാർ അസോസിയേഷൻ്റെ പ്രത്യേക പരിപാടിയിൽ വിദ്യാർത്ഥികൾ വന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവർ അവിടെ ഡാൻസും പാട്ടും സ്വന്തമായിട്ട് നടത്തി. ബാർ അസോസിയേഷൻ വനിതകളുടെ ഉൾപ്പെടെയുള്ള ബാർ അസോസിയേഷൻ മെമ്പറുടെ ഇടയ്ക്ക് നിന്ന് വിദ്യാർത്ഥികൾ ഡാൻസ് ചെയ്തു. അവരെ കുടുംബാംഗങ്ങളൊക്കെ ഇരിക്കുന്നിടത്തോട്ട് വന്ന് ആഹാരം കഴിച്ച ശേഷം വിദ്യാർത്ഥി ഡാൻസ് ചെയ്തത് തീർച്ചയായിട്ടും ബാർ അസോസിയേഷൻ വിലക്കി. അത് വാക്കുതർക്കമായി, അത് സംഘർഷത്തിലേക്ക് പ്രവേശിച്ചു. എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ 2 ക്യാൻറ്റീനുണ്ട്. 2 ക്യാൻറ്റീനിലും വിദ്യാർത്ഥികൾ ഒന്ന് ആഹാരം കഴിച്ച് പോകും. അവിടെ വക്കീലന്മാർക്കും ക്ലാർക്കന്മാർക്കും കക്ഷികൾക്കും ഉദ്ദേശിച്ചാണ് ഈ ബാർ അസോസിയേഷൻ ക്യാൻറ്റീൻ നടക്കുന്നത്. അവിടെ വിദ്യാർത്ഥികൾ വരുന്നതിന് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ കൈവിട്ടു പോയി. വിദ്യാർത്ഥികൾ ഡാൻസും പാട്ടും അതിക്രമം കാണിച്ചപ്പോൾ അത് തടഞ്ഞു. അവരെ അവിടെ നിന്ന് പുറത്താക്കി. അത് സംഘർഷത്തിലേക്ക് പോയി. വിദ്യാർത്ഥികൾ കല്ലെടുത്തെറിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഏതായാലും പലർക്കും പരിക്കേറ്റു. അവിടെ അഭിഭാഷകർ 4-5 പേരെ ഹോസ്പിറ്റലായി, വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലായി. അവിടുത്തെ SFI യൂണിറ്റ് പ്രസിഡന്റ് ആദിൽ കുമാറിൻ്റെ തലയ്ക്ക് പരിക്കേറ്റെന്ന് പറയുന്നു. 4 അഡ്വക്കേറ്റന്മാർ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥികൾ മോശമായി പെരുമാറി എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ബാർ അസോസിയേഷൻ്റെ അവിടുത്തെ പ്രസിഡന്റ് അത് നിഷേധിക്കുകയുണ്ടായി. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളെ ചില ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബാർ അസോസിയേഷൻ അംഗങ്ങൾ, അഭിഭാഷകർ കല്ലെടുത്ത് മഹാരാജാസ് കോളേജിലേക്ക് എറിയുന്നത്, തിരിച്ച് അവിടുന്ന് കല്ലുകൾ വരുന്നുണ്ട്. അത് തന്നെയല്ല, അവിടുന്ന് നിന്ന് അഭിഭാഷകരെ തെറി വിളിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു തീരുമാനം എടുത്തു. ഇനി ബാർ അസോസിയേഷൻ ക്യാൻറ്റീനിൽ വിദ്യാർത്ഥികൾ പ്രവേശിക്കാൻ പാടില്ല. പുറത്തുനിന്നുള്ളവരെ അവർ വിലക്കിയിട്ടുണ്ട്. അതും ബാർ അസോസിയേഷൻ ക്യാൻറ്റീനിൽ പുറത്തുനിന്നുള്ളവരും വേണ്ട. അത് അവിടുത്തെ അഭിഭാഷകർക്കും ക്ലാർക്കന്മാർക്കും കക്ഷികൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു ക്യാൻറ്റീനാണ്. അതുകൊണ്ട് അവിടെ ഇനി കുട്ടികൾ വരണ്ട എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ തെറി വിളിക്കുന്ന വീഡിയോ അഭിഭാഷകർ പുറത്തു വിട്ടു കഴിഞ്ഞു. അഭിഭാഷകര് അങ്ങോട്ട് വിദ്യാർത്ഥികളെ നിൽക്കുന്നിടത്ത് കല്ലെടുത്തെറിയുന്ന ദൃശ്യങ്ങളും അവർ പുറത്തു വിട്ടു. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെടുത്തെറിഞ്ഞു എന്നാണ് പറയുന്നത്. ചീത്തവിളിയും തെറിവിളിയും കല്ലെടുത്തെറിയലൊക്കെ ഉണ്ടായി. ഇരുഭാഗത്തും ഉണ്ടായി. ആരെയും കുറ്റപ്പെടുത്താൻ പറയില്ല. മറ്റൊരു കാര്യം, ഇതിനെ സംബന്ധിക്കുന്ന 2 കേസുകൾ, അഭിഭാഷകർക്ക് പരിക്കേറ്റതിന് ഒരു കേസ്, വിദ്യാർത്ഥികൾക്കെതിരായിട്ട് 10 കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചെന്ന് പറഞ്ഞ അഭിഭാഷകർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളും അഭിഭാഷകരും എല്ലാ എറണാകുളം ജില്ലാ ആശുപത്രിയിലും പല സ്ഥലത്തും ട്രീറ്റ്മെന്റിലുമാണ്. എന്തായാലും പരിക്കേറ്റ അഭിഭാഷകർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചിലർ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും സംഘർഷം നല്ല രീതിയിൽ അവിടെ ഉണ്ടായി. പരസ്പരം ചീത്ത വിളിച്ച് തെറി വിളിച്ചു, കല്ലേറുണ്ടായി. അതിന് പോലീസ് അഭിഭാഷകരുടെ മൊഴി വാങ്ങിച്ച് 10 വിദ്യാർത്ഥികളുടെ കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ മൊഴി വാങ്ങിച്ചിട്ട് അഭിഭാഷകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പോലീസിനെ ആക്രമിച്ച 3-4 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ചു. ഇത് തടയാൻ ചെന്ന പോലീസിനെ ആക്രമിച്ചതിന് പോലീസ് ഇരുകൂട്ടർക്കുമെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. അത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടായി. ആ സംഘർഷത്തിൽ പലർക്കും പരിക്കേറ്റു, ഇരുകൂട്ടർക്കും പരിക്കേറ്റു എന്നുള്ള വാസ്തവമാണ്. ഏതായാലും അഭിഭാഷകർ നടത്തുന്ന ക്യാൻറ്റീനിൽ ആ മഹാരാജാസ് കോളേജിലെ കുട്ടികൾ അവിടുത്തെ ചില പ്രത്യേക ചടങ്ങുകളൊക്കെ വന്ന് ഇവർ വന്ന് ഓസിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകുമായിരുന്നു. അതിന് അഭിഭാഷകർക്ക് തടസ്സമില്ലായിരുന്നു ഇത്ര നാളും. പക്ഷേ
ആദ്യം ഇവര് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ 3-4 പേര് വന്നിട്ട് അന്നേരം തടയുന്നില്ല, വലിയ കുഴപ്പമില്ലെങ്കിൽ അവര് മറ്റുള്ളവരെ കൂടെ വിളിച്ചു വരുത്തി അവരിരുന്ന് കഴിച്ചിട്ട് പോവുക പതിവാണ്. അതൊക്കെ സർവ്വസാധാരണമാണ്. അതിനകത്ത് അഭിഭാഷകര് ഭക്ഷണമല്ലേ കഴിക്കുന്നത്, അതിൽ അവർ വിലങ്ങാറില്ല അല്ലെങ്കിൽ വിലക്കാറില്ല. പക്ഷെ ഇന്നുണ്ടായത് അങ്ങനെയല്ല. അവിടെ ഇന്നലെ ഉണ്ടായത് അഭിഭാഷകര് കുടുംബാംഗങ്ങളായിട്ട് വനിതാ അഭിഭാഷകർ ഇരിക്കുന്നിടത്ത് അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വന്ന് ഇരിക്കുന്നിടത്ത് കുട്ടികൾ ആഹാരം കഴിച്ചിട്ട് ഡാൻസ് കളിച്ചു. അവരുടെ ദേഹത്തൊക്കെ ഡാൻസ് കളിയിലും തട്ടലും മുട്ടലും ഉണ്ടായി. അത് അഭിഭാഷകർ എതിർത്തു, അവരെ പുറത്താക്കി. ഇതാണ് സംഘർഷത്തിന് കാരണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും തെറി വിളിക്കുകയും കല്ലെറിയുകയും ചെയ്തതിനുള്ള എവിഡൻസുകൾ ഇരു കൂട്ടരുടെയും കയ്യിലുണ്ട്. ഏതായാലും കുട്ടികളുടെ ഈ രീതിയിലുള്ള പ്രവൃത്തിയോട് അഭിഭാഷകർക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം കാന്റീൻ അവരുടെയാണ്, ബാർ അസോസിയേഷൻ്റെ കാന്റീൻ അവർക്ക് വേണ്ടി നടത്തുന്ന കാന്റീനിലാണ്. അവിടെ വലിഞ്ഞു കയറി വന്നതാണ് വിദ്യാർത്ഥികൾ. പക്ഷെ അവരുടെ സൗജന്യത്തിൽ അവരെ വിദ്യാർത്ഥികളെ നേരത്തെ വിലക്കിയിരുന്നില്ല. പക്ഷെ ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അവർ കൃത്യമായിട്ട് വിലക്കി. വിദ്യാർത്ഥികളെയും വിലക്കി മാത്രമല്ല, പുറത്തുനിന്നുള്ള ആരും ബാർ അസോസിയേഷൻ 2 കാന്റീനിൽ പ്രവേശിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തു. ഇത് വളരെ പ്രകോപിതരായി വിദ്യാർത്ഥികൾ. അങ്ങനെയാണ് പതുക്കെ പതുക്കെ സംഘർഷം ഉണ്ടായെന്ന് കരുതുന്നു. ഏതായാലും ദൂഷ്യവും നഷ്ടമൊക്കെ വിദ്യാർത്ഥികൾക്കാണ്. കാരണം ഇനി അവിടെ പോയി കാന്റീനിൽ പോയി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കാന്റീൻ ആയതുകൊണ്ട് വിലക്കുറവുള്ള ആഹാരത്തിന് അല്ലെങ്കിൽ ചായക്കും കാപ്പിക്കൊന്നും മറ്റുള്ള വെളിയിൽ വലിയ വിലയൊന്നും ഇവിടെ കൊടുക്കണ്ട, സബ്സിഡൈസ്ഡ് റേറ്റ് ആണ്. അതുകൊണ്ടാണ് കുട്ടികൾ അവിടെ വന്ന് ആഹാരം കഴിക്കുന്നതിൽ തടസ്സമില്ല എന്ന രീതിയിൽ അഡ്വക്കേറ്റ്സുമാരും തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം പാടി, വിദ്യാർത്ഥികൾക്ക് പ്രവേശനമില്ല, പൊതുജനങ്ങൾക്കും അവിടെ പ്രവേശനമില്ല. അതുകൊണ്ട് ഈ കേസും കൗണ്ടർ കേസും പോലീസിനൊക്കെ അറിഞ്ഞ കേസും ഒക്കെ ഉണ്ടെങ്കിലും ഇത് രമ്യമായിട്ട് പരിഹരിക്കാൻ ഇരു കൂട്ടരും തയ്യാറാകണം. അങ്ങനെ പരിഹരിച്ച് അതൊരു പ്രശ്നമില്ലാതെ വളർത്തണം. കാരണം കുട്ടികൾക്ക് സബ്സിഡൈസ് റേറ്റിൽ ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അത് കുട്ടികൾ തന്നെ ആണ് അഭിഭാഷകരെ പ്രകോപിതരാക്കിയത്. അഭിഭാഷകർ കല്ലെടുത്തെറിയുന്ന ദൃശ്യങ്ങൾ ഇവർ കുറച്ചപ്പം തിരിച്ചും ഉള്ള ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഏതായാലും ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോകരുത്. കാരണം പോലീസിനെ ആക്രമിച്ചത് പോലീസ് കേസെടുത്തിട്ട് അത് വിഡ്രോ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും സെറ്റിൽമെന്റിലേക്ക് ഇരു കൂട്ടരും പോകുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. എറണാകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ തോമസ് പറഞ്ഞത് അഭിഭാഷകർ കോളേജ് വളപ്പിലേക്ക് കല്ലെറിയുന്ന ദൃശ്യം പുറത്തു വന്നത് കണ്ടു എന്ന്. അതേസമയത്ത് കുട്ടികൾ ഇങ്ങോട്ട് എറിയുന്നതും അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതും വന്നിട്ടുണ്ട്. ജനറൽ ബോഡി കഴിഞ്ഞ് വെളിയിൽ വന്ന ആൾക്കാരെ തെറി വിളിച്ചും കല്ലെറിഞ്ഞുമാണ് മഹാരാഷ്ട്ര വിദ്യാർത്ഥികൾ സ്വീകരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള എവിഡൻസ്, അതിനുള്ള വീഡിയോകളൊക്കെ ഈ ആന്റോ തോമസിൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥിയെ തെളിവിളിക്കുന്ന വീഡിയോ അഭിഭാഷകരുടെ പലരുടെയും കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവരൊരു പ്രശ്നം ഉണ്ടായിക്കലെ അതിക്രമം കാണിക്കും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അഭിഭാഷകരുടെ ഏരിയയിൽ അവരെ കാന്റീനിൽ പോയി അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കിയതായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുള്ളൂ. പോലീസ് എന്തായാലും ഇരു കൂട്ടർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്, പോലീസിനെ ആക്രമിച്ച കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്രിസിപ്പിറ്റ് ചെയ്ത് മുന്നോട്ട് പോകാതെ കൊണ്ടുപോകാൻ ഇരു കൂട്ടരും എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയിട്ട് ഇനി അടുത്ത ദിവസങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് വളരെ അടിയന്തരമായ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് സംയമനം പാലിക്കണം ഇരു കൂട്ടരും. ആ ഒരു അടികലശലോട് കൂടി തന്നെ ആ വിദ്യാർത്ഥികൾക്കും പൊതുജനം കിട്ടുന്ന ചില സൗജന്യം ഇല്ലാതായി പോയെന്നുള്ള ഇതിൻ്റെ റിസൾട്ട് അതാണ്. അതുകൊണ്ട് പഴയ പോലെ തന്നെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് അഭിഭാഷകരും ഇവരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് കുട്ടികൾ അവിടെ വന്ന് ആഹാരം കഴിക്കുന്നതിൻ്റെ തടസ്സം നിൽക്കാതെ, പൊതുജനങ്ങൾക്ക് വന്ന് ആഹാരം കഴിക്കാൻ തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.